നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് കാരോലിന ഹെരേര അവരുടെ ബാഡ് ബോയ് കൊബാൾട്ട് എലിക്സർ എന്ന പെർഫ്യൂമാണ്. ഈ വിപണിയിൽ ഇറങ്ങിയ നാൾ മുതൽ ഈ ഒരു പെർഫ്യൂം ഒരു തരംഗം സൃഷ്ടിക്കുന്ന ഒരു പെർഫ്യൂമായിരുന്നു. അപ്പം പെർഫ്യൂം കളക്ടേഴ്സ് എന്തുകൊണ്ടാണ് ഈ ഒരു പെർഫ്യൂം അല്ലെങ്കിൽ എലിക്സറിന് ഇത്രയധികം കളക്ട് ചെയ്യാൻ ആഗ്രഹിക്കുമെന്നുള്ള കാരണം നമുക്ക് ഈ ഒരു വിജയം അറിയാം. അപ്പോൾ ബാഡ് ബോയ് കൊബാൾട്ട് എലിക്സർ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു കിക്ക് കിട്ടുന്നല്ലേ. ബോട്ടിലും മണവും പെർഫോമൻസ് എല്ലാം വെച്ച് നോക്കിയാൽ ഒരു ശരിക്കും ഒരു നല്ലൊരു പെർഫ്യൂമാണ് ബാഡ് ബോയ് എലിക്സർ. കൊള്ളാം, എവനാള് കൊള്ളാം. ഈ പെർഫ്യൂമിനെ കുറിച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സ് എന്ന് പറയുന്നത് അതിൻ്റെ ബ്രാൻഡ് ഹിസ്റ്ററി. കാരോലിന ഹെരേര വെറും ഒരു എന്താ പറയുക ഒരു പെർഫ്യൂം ബ്രാൻഡ് മാത്രമല്ല, ഒരു ലക്ഷറി ഫാഷൻ, ഒരു റെഡി ടു വെയർ അല്ലെങ്കിൽ അക്സസറീസ്, അങ്ങനെ എല്ലാ രംഗത്തും അവരുടേതായിട്ടുള്ള ഒരു സ്ഥാനം ഉറപ്പിച്ച ഒരു ബ്രാൻഡാണ് കാരോലിന ഹെരേര. ഇത് 1981 ഈ ഒരു ബ്രാൻഡ് സ്ഥാപിച്ചത്. ന്യൂയോർക്ക് സിറ്റിയിലാണ് ഇതിൻ്റെ തലസ്ഥാന ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. ഈ ബ്രാൻഡിൻ്റെ ഓരോ പ്രൊഡക്റ്റും ക്വാളിറ്റിയുടെയും സ്റ്റൈലിൻ്റെയും എന്താ പറയുക എലഗൻസിൻ്റെയും ഒക്കെ ഒരു ലക്യൂറിയുടെ കാര്യത്തിലൊക്കെ ഒരു സിമ്പിളാണ് കാരോലിന ഹെരേര എന്നുള്ള CH എന്നുള്ളൊരു ബ്രാൻഡ്. അവരുടെ ഒരു ലൈനപ്പാണ് ബാഡ് ബോയ് ലൈനപ്പ്. അപ്പോൾ ബാഡ് ബോയ് ലൈനപ്പ് എന്ന് പറയുന്നത് കാരോലിന ഹെരേരയുടെ തന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു കളക്ഷനാണ്. ഒരു മോഡേൺ മാൻ അല്ലെങ്കിൽ ഇന്നത്തെ ട്രെൻഡ് ആയിട്ടുള്ള യൂത്തിനെ മെയിനായിട്ടുള്ള ഫോക്കസ് ചെയ്ത് ഇറക്കിയ ഒരു പെർഫ്യൂംസാണ് ഈ കാരോലിന ഹെരേരയുടെ ബാഡ് ബോയ് ലൈനപ്പ് മുഴുവൻ. ഈ ലൈനിലെ എല്ലാ പെർഫ്യൂമും ഒരു പ്രത്യേകതരം ഒരു യൂണീക്നെസ് ഉണ്ടാവും. ഒരു വെറൈറ്റി ആണ് നോട്ടൊക്കെ ചേർത്തിട്ടായിരിക്കും. നമുക്കൊരു വെറൈറ്റി പിടിച്ചാലോ? ഒരു ബോൾഡ്നെസ്സിൻ്റെയും ഒരു കോൺഫിഡൻസിൻ്റെയും ഒരു യൂണീക്നെസ്സിൻ്റെയും ഒരു സിമ്പിളായിട്ട് ഒരു പ്രതീകമായിട്ടാണ് ബാഡ് ബോയുടെ ഓരോ ഫ്ലാങ്കറും ഇറക്കിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു ബോട്ടിലിൻ്റെ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ബാഡ് ബോയുടെ ഒക്കെ ബോട്ടിലുണ്ടാകും ഒരു ബോൾട്ട്, ഒരു ക്രിമിനൽ, അതാണ് ഇതിൻ്റെ ഒരു തീം, ബോട്ടിലിൻ്റെ ഒരു സിമ്പിൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു കളർ എന്ന് പറയുന്നത് ഞാൻ കാണിക്കാം, ബോക്സ് ആൻഡ് ബുക്സിനെ കാണും. ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഒരു എനർജിയുടെയും യൂത്തിൻ്റെയും ഒരു സിമ്പിളായിട്ടുള്ള രീതിയിലാണ് അതിൻ്റെ കളർ. ഒരു ബ്ലൂ അക്വാട്ടിക് മറൈൻ അതുപോലത്തെ ടൈപ്പ് ഒരു ബോട്ടിൽ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഒരു എന്താ പറയുക നമ്മൾ അട്രാക്റ്റീവ് ആക്കുന്ന ഒരു തരം ബോട്ടിൽ ഡിസൈൻ. അപ്പോൾ ബോട്ടിൽ കാണുമ്പോൾ തന്നെ നമുക്കൊരു എനർജി ഫീൽ ചെയ്യും. സോ അതിനെ ബോക്സിനെ കുറിച്ചൊക്കെ പറയാം. ബോക്സ് ഒരു സിമ്പിൾ ബോക്സാണ്. കാരോലിന ഹെരേരയുടെ ബോക്സൊക്കെ ഒരു പ്രത്യേകതരം ബോക്സ്, പ്രത്യേകിച്ച് ക്വാളിറ്റി ഒന്നും പറയാനൊന്നുമില്ല. ഒരു മദ്യക്കുപ്പിയുടെ ഒക്കെ ഒരു ബോക്സ് പോലെ ഒരു ബാച്ച് കോറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. 33061 കോൺസെൻട്രേഷൻ വരുന്നത് VDP ആണ്. VDP എലിക്സർ വെർഷനാണ്. സോറി, എലിക്സറിന് ഓൾറെഡി ഉണ്ടല്ലോ. ബോട്ടിലിൻ്റെ കളറാണല്ലോ നിങ്ങൾക്ക് നേരിട്ട് കാണുമ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടാവും. ഒരു ഇലക്ട്രിക് ബ്ലൂ കളർ ആണ് ബോട്ടിൽ കൊടുത്തിട്ടുള്ളത്. ഒരു സിഗ്നേച്ചർ ആയിട്ടുള്ള ഒരു ലൈറ്റ്നിങ് ബോൾട്ട് ഷേപ്പാണ് ഇവിടെ ഒരു കൊടുത്തിട്ടുള്ളത്. ഒരു ഇരുമ്പിൻ്റെ ഷേപ്പ് മാത്രമല്ല, ഒരു പ്രത്യേക ഒരു പവറിൻ്റെയും എനർജിയുടെ ഒക്കെ ഒരു സിമ്പിളാണെന്ന് നമുക്ക് പറയാം. ഈ ഒരു കളർ, ഒരു കോബാൾട്ടിൻ്റെ ഒരു ബ്ലൂ കളർ, ശരിക്കും ഒരു ആഴക്കടലിൻ്റെ ആ ഒരു തരം നീല കളറും രാത്രിയിലെ ആകാശത്തിൻ്റെ ഒരു ഭംഗിയും ഒക്കെ ഒരുമിച്ച് കിട്ടുന്ന ഒരു ഫീലാണ് ഈ ബോട്ടിൽ. നല്ല കട്ടിയായിട്ടുള്ള ബോട്ടിലാണ്. താഴെ ഒരു മെറ്റാലിക് ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഡ്രസ്സിംഗ് ടേബിളിലൊക്കെ ഇത് വെച്ച് കഴിഞ്ഞാൽ ഒരു റൂമിൻ്റെ ലുക്ക് തന്നെ മാറും. ഒരു ബോട്ടിലിൻ്റെ ഡിസൈൻ ശരിക്കും ഒരു വിഷ്വൽ ആയിട്ടുള്ള ഒരു അപ്പീലിംഗ് ആയിട്ടുള്ള നല്ലൊരു ആർട്ട് പീസ് പോലുള്ള ഒരു ബോട്ടിൽ ഡിസൈൻ. ഇതിനെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് കിട്ടുന്ന മണം ഞാൻ പറയാം. ഈ പെർഫ്യൂം സ്പ്രേ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ഈ വെൽക്കം ചെയ്യുന്നത് ഒരു പിങ്ക് പെപ്പർ, ലാവൻഡർ, ഗ്രേപ്പ് ഫ്രൂട്ട് എന്നിവയുടെ ഒരു അടിപൊളി കോംബോയാണ്. പിങ്ക് പെപ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കുരുമുളകിൻ്റെ ഒക്കെ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു വെർഷൻ, ഒരു എരിവും ഒരു ഫ്രഷ്നെസ്സും ഒക്കെ ചേർന്ന ഒരു ഫീൽ. ഇതൊരു എനർജിക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഓപ്പണിംഗ് ആണ് ഈ പിങ്ക് പെപ്പറിൻ്റെ ഒരു നോട്ട്. ലാവൻഡറിൻ്റെ ഒരു മണമുണ്ട്, ലൈറ്റായിട്ടുള്ള ലാവൻഡറിൻ്റെ മണം, നല്ല നാടൻ ലാവൻഡർ എന്താ പറയുക ലാവൻഡർ തോട്ടത്തിലെ ഒരു ഫ്രഷ്നെസ് നമുക്ക് കിട്ടും. ഒരു റിലാക്സിങ് ആയിട്ടുള്ള ഒരു കാം ഫീൽ തരുന്ന ഒരു മണം ലാവൻഡറിൻ്റെ ആ പൊടിക്കുള്ള ആ ഒരു നോട്ട് കൂടെ ചേരുമ്പോൾ നമുക്ക് ആ ഒരു ഫീൽ കിട്ടും. പിന്നെ ഗ്രേപ്പ് ഫ്രൂട്ടിൻ്റെ മണമാണെങ്കിൽ നമ്മുടെ ഒരു ഓറഞ്ചിൻ്റെയും നാരങ്ങയുടെയും ഒക്കെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടി ഫീൽ, നല്ല ഒരു സിട്രസ്, ഓവറായിട്ടുള്ളതല്ല, ഒരു നല്ലൊരു സിട്രസ്, പക്ഷേ ലൈറ്റ് ആയിട്ടുള്ള ഒരു സിട്രസ്, ഒരു ഫ്രഷ് വൈബ് തരുന്ന സിട്രസ് നോട്ട് വന്ന് ഇത് മൂന്നും കൂടെ മിക്സ് ആകുമ്പോൾ ഒരു എന്താ പറയുക ഒരു അടിപൊളി ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് ഫീൽ അത് നമുക്ക് ഫീൽ ചെയ്യും. ശ്വാസം എടുക്കുമ്പോൾ തന്നെ നമുക്കൊരു എനർജി ഫീൽ കിട്ടുന്ന ഒരു മണമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഓപ്പണിങ്ങിൽ.
പിന്നെ ഹാർട്ട് നോട്ടിലേക്ക് ബേസ് നോട്ടിലേക്ക് വരുമ്പോൾ മിഡിൽ നോട്ടിലേക്ക് വരുമ്പോൾ എന്താ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് അതിനകത്തൊരു ജെറേനിയം പോലുള്ള ഒരു ഫ്ലോറൽ ഒരു ബ്ലാക്ക് പ്ലം ഇങ്ങനെയുള്ള ചില നോട്ടുകളൊക്കെ നമുക്കിങ്ങനെ ഫീൽ ചെയ്യും. അത് സ്മെല്ല് ചെയ്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ജെറേനിയത്തിൻ്റെ ഒരു മണം, ബ്ലാക്ക് പ്ലം, ബ്ലാക്ക് കറണ്ട് പോലുള്ള ഫ്രൂട്ടിൻ്റെ ഒക്കെ ഒരു മണം. നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു പൂവാണ് ഈ ജെറേനിയം പൂക്കളുടെ ഒരു ഫ്രഷ് സ്മെല്ല് എന്ന് പറയുന്നത്. ഒരു ഫ്ലോറൽ ഗ്രീൻ ടോൺ തരുന്ന ഒരു നോട്ട്. ശരിക്കും മണത്തിലൊരു എലഗൻസ് ആയിട്ടുള്ള ഒരു നോട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഒപ്പം ബ്ലാക്ക് പ്ലം, നല്ല പഴുത്ത പ്ലം പഴുത്തിൻ്റെ ഒരു മധുരം, ഒരു ഫ്രൂട്ടി എന്താ പറയുക ഒരു സ്വീറ്റ് ടച്ച് തരുന്ന ഒരു നോട്ട്. ഈ രണ്ടും കൂടി ചേരുമ്പോൾ അതിന് ഒരു പ്രത്യേക അട്രാക്ഷൻ, ഒരു മിസ്റ്റീരിയസ് ഫീലൊക്കെ കിട്ടും. എവിടെയൊക്കെയോ എനിക്ക് ഇവരുടെ തന്നെ കാരോലിന ഹെരേര പറഞ്ഞുണ്ടല്ലോ ഗുഡ് ഗേൾ, യെസ് ഗുഡ് ഗേളിൻ്റെ എവിടെയൊക്കെ ഒരു ചെറിയൊരു ഓർമ്മപ്പെടുത്തൽ എവിടെയൊക്കെയോ ഉണ്ട്. പിന്നെ ബേസ് നോട്ടിൽ വരുമ്പോൾ എന്താ പറയുക ഒരു പെർഫ്യൂമിൻ്റെ നിലനിൽപ്പ് എന്നുള്ളത് ബേസ് നോട്ടിലാണല്ലോ. അപ്പോൾ ബേസ് നോട്ടിൽ വരുമ്പോൾ വെട്ടിവർ, സിഡാർവുഡ്, ട്രഫിൾ, ഹണി, പച്ചൂലി, ടോങ്കാബീൻ ഇതിൻ്റെയൊക്കെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ നമുക്ക് ഒരു വുഡി നോട്ടായിട്ട് കിട്ടുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന പുഴയരികിലെ ഒരു മണ്ണ്, മഴ നനഞ്ഞ മണ്ണ് അല്ലെങ്കിൽ മരത്തിൻ്റെ വേരുകളൊക്കെ ചേർന്ന് ഒരു എർത്തി വുഡി ഫീൽ തരും. സീഡാർ വുഡിൻ്റെ ഒരു മണം എന്ന് പറയുന്നത് നമുക്കൊരു എന്താ പറയുക ഒരു നല്ല ഉണങ്ങിയ സീഡാർ മരത്തിൻ്റെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡ്രൈ ഡൗൺ കിട്ടും. ഒരു ട്രഫിൾ, ഇത് ശരിക്കും ലക്ഷറി നോട്ടാണ് ട്രഫിൾ, ഒരു എർത്തി ടോൺ ആയിട്ടുള്ള ഒരു നോട്ട് കിട്ടും. അതുപോലെ പെർഫ്യൂമിന് ഒരു റിച്ച്നെസ് കിട്ടാൻ വേണ്ടി ഈ ഒരു നോട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ പച്ചുള്ളിയുടെ മണം, പിന്നെ എന്താ പറയുക മണ്ണിൻ്റെ ആ ഒരു തരം ഒരു എർത്തി സ്മെല്ല്, ഒരു മസ്കി എർത്തി ഫീൽ ചെയ്യുന്നത്. ടോങ്കാബീനുണ്ട്, ടോങ്കാബീൻ ഡ്രൈ ഡൗണിൽ നമുക്ക് കിട്ടും. ഒരു വാനിലയുടെ പോലത്തുള്ള സ്വീറ്റ് മധുരമായിട്ടുള്ള ഒരു വാംനെസ്സും സ്വീറ്റ്നെസ്സും തരുന്ന ഒരു നോട്ട്. ഈ ഡേസ് നോട്ട് എല്ലാം കൂടി മിക്സ് ആകുമ്പോൾ പെർഫ്യൂമിന് നല്ല ഒരു കട്ടി, ഒരു റിച്ച്, ഒരു ഡീപ്പായിട്ടുള്ള ഒരു പീരിയഡ് കിട്ടും. പിന്നെ മണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു DNA ആണ്. ഇത് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ശീലം എന്ന് പറഞ്ഞാൽ എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ ഞാൻ പറയാം, ഫസ്റ്റ് ടൈം നമ്മളത് സ്പ്രേ ചെയ്യുമ്പോൾ തന്നെ ശരിക്കും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീൽ കിട്ടും. നല്ലൊരു കോൺഫിഡൻസ് ലെവലൊക്കെ ബൂസ്റ്റ് ആയ പോലെ നന്നായിട്ടൊന്ന് ഒരുങ്ങി ഇറങ്ങുമ്പോൾ ഈ പെർഫ്യൂം കൂടെ അടിക്കാൻ എന്താ പറയുക നമ്മളെ നോക്കാൻ ആൾക്കാരുണ്ടാവും എന്നുള്ളൊരു തോന്നൽ, ഒരു മാഗ്നറ്റിക് പ്രസൻസ് ഫീൽ ചെയ്യും. എവിടെ പോയാലും ഒരു മണം പോസിറ്റീവ് എനർജി നമ്മളെ ഫോളോ ചെയ്യുന്ന പോലെ തോന്നും. അപ്പം നമ്മൾ അടിച്ചിട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള ഫീലിംഗ് കിട്ടും. ഒരു എന്താ പറയുക ഒരു കോൺഫിഡൻസ് ബൂസ്റ്റർ എന്ന് തന്നെ പറയാം. ഇവിടെ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയെക്കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ ലോങ്ജിവിറ്റി, കേരളത്തിലെ ഈ ചൂടും മഴയും ഈർപ്പം പിടിച്ച ഈ ഒരു കാലാവസ്ഥയിലൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ 4-5 മണിക്കൂർ ആണ് ലോങ്ജിവിറ്റി. പിന്നെ നല്ല ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് നമ്മൾ വൈകുന്നേരങ്ങളൊക്കെ വൈകുന്നേരങ്ങളൊക്കെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് നിൽക്കും. ഞാൻ പറഞ്ഞത് രാവിലത്തെ കാര്യമാണ്, വൈകുന്നേരമൊക്കെ ഉപയോഗിക്കാതായിരിക്കും നല്ലത്. വൈകുന്നേരം രാത്രിയൊക്കെ ഉപയോഗിച്ചാൽ ചിലപ്പോൾ 7-8 മണിക്കൂർ വരെ നിൽക്കാനുള്ള സാധ്യതയുണ്ട്. എന്നെ സംബന്ധിച്ച് എൻ്റെ ബോഡിയിലാണെങ്കിലും വസ്ത്രത്തിലാണെങ്കിലും അധികം നേരം നിൽക്കാറില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് 4 മണിക്കൂർ നിന്നാൽ അത് വിജയിച്ചെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എൻ്റെ ഈ ഒരു ശരീരത്തിൽ വസ്ത്രങ്ങളിലൊക്കെ 4 മണിക്കൂറോളം നിന്നിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറേ കൂടി നന്നായിട്ട് നിൽക്കും. നമ്മുടെ പ്രൊജക്ഷൻ്റെ കാര്യത്തിലും കൊള്ളാം. ആദ്യത്തെ 2 മണിക്കൂർ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്ഷനുണ്ട്. നമ്മൾ അവിടെ പോയാലും മണം അവിടെ അറിയാൻ പറ്റും. ആരെയും ശല്യപ്പെടുന്ന രീതിയിലുള്ള മണം, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള മണമാണ്. ഒരു റൂമിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കും. അത്തരത്തിലുള്ളൊരു പ്രൊജക്ഷനും ലോങ്ജിവിറ്റിയും ഉണ്ട്. ഇതിന് പറ്റിയ കാലാവസ്ഥ എന്ന് പറയുന്നത് എപ്പോഴും ഒരു തണുപ്പ് അല്ലെങ്കിൽ ഒരു വിൻ്റർ സീസൺ ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഈ 2 സീസൺ ഇല്ലാത്ത പക്ഷം വൈകുന്നേരങ്ങളിൽ യൂസ് ചെയ്യാം, രാത്രി യൂസ് ചെയ്യാം. ഉച്ചയ്ക്ക് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല, പെട്ടെന്ന് ഡ്രൈ ആയി പോകും, അടിച്ചിട്ട് മണം നിൽക്കാത്ത പോലെ തോന്നും. രാവിലെ ആണെന്നുണ്ടെങ്കിൽ വലിയ ചൂടും വെയിലും ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. ഇതിന് പറ്റിയ ഒക്കേഷൻ കൊബാൾട്ട് എലിക്സറിന് പറ്റിയ ഒക്കേഷൻ എൻ്റെ അഭിപ്രായത്തിൽ കല്യാണം, റിസപ്ഷൻ, ഫ്രണ്ട്സിൻ്റെ പാർട്ടി, ഫാമിലി ഗെറ്റ് ടുഗദർ, ഉത്സവം, പിന്നെ പള്ളിപ്പെരുന്നാൾ, ഡേറ്റിന് പോകുമ്പോൾ, ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ, അങ്ങനെ എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. പ്രത്യേകിച്ച് ഒക്കേഷൻ്റെ കാര്യങ്ങളായിട്ട് എനിക്ക് അങ്ങനെ പ്രത്യേകം കീൽ ചെയ്യുന്നില്ല, ഏത് ഒക്കേഷനിൽ യൂസ് ചെയ്യാം. പിന്നെ കാലാവസ്ഥ മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. വിൻ്ററിൽ നന്നായിട്ട് പെർഫോമൻസ് ഉണ്ടാകും. സമ്മർ സീസണിൽ നന്നായിട്ട് ഓവർ സ്പ്രേ, എൻ്റെ അഭിപ്രായം ഒരു 10-15 സ്പ്രേ അടിക്കേണ്ടി വരും. ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ പെർഫ്യൂം 20 വയസ്സ് കഴിഞ്ഞാൽ ആർക്ക് യൂസ് ചെയ്യാം. യൂത്തിനും കുറച്ച് മെച്ചുവറായിട്ടുള്ളവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു മണമാണ്. അപ്പോൾ ഏത് പ്രായക്കാർക്കും യൂസ് ചെയ്യാം. പെർഫ്യൂം ഒരുപോലെ എല്ലാവർക്കും സ്റ്റൈലിഷ് ആയിട്ട് വർക്കൗട്ട് ആവും. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പെർഫ്യൂമാണ്, ഒരു യൂണീക്ക് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ്. എനിക്കിഷ്ടപ്പെട്ടു. തരക്കേടില്ലാത്ത ലോങ്ജിവിറ്റിയും പ്രൊജക്ഷനും ഉണ്ട്, കാരണം എലിക്സർ കോൺസെൻട്രേഷനാണ്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഏകദേശം 8,500 അടുപ്പിച്ചാണ് റേറ്റ് വരുന്നത്. 100 ml 60 ml ആകുമ്പോൾ
6500 റേഞ്ച് വരും. ഇവരുടെ ബാഡ് ബോയും ഒക്കെ കൊള്ളാം. പക്ഷെ ബാഡ് ബോയ്ക്ക് എന്നെ സംബന്ധിച്ച് വലിയ പെർഫോമൻസ് അങ്ങനെ കിട്ടിയില്ല. എനിക്ക് വലിയ സാറ്റിസ്ഫൈഡ് ആണ് ബാഡ് ബോയുടെ കാര്യത്തിൽ. പക്ഷേ ഇവരുടെ ബാഡ് ബോയ് ലേ പെർഫോം ഇതിനകത്തൊരു മരിജുവാനൊക്കെ നോട്ട് ചേർത്തിട്ടുണ്ട്, കഞ്ചാവിൻ്റെ കാനബീസിൻ്റെ ഒക്കെ നോട്ട് ചേർത്തിട്ടുണ്ട്. എവിടെയൊക്കെ YSL EDP ആണ് സ്മരിപ്പിക്കുന്ന ടൈപ്പ് നോട്ട്. ഇത് നന്നായിട്ട് വർക്കൗട്ടാണ്, നല്ല പെർഫോമൻസ് ഉള്ള പെർഫ്യൂമാണ് കൊബാൾട്ടിലെ കൊബാൾട്ട് അല്ല, ബാഡ് ബോയ് ലേ പെർഫോം ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പെർഫ്യൂം നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്, ഇഷ്ടപ്പെടും. ഇൻ്റർവ്യൂവിനും ഓഫീസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പെർഫ്യൂമാണ്. ഇതും ഓഫീസിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇത്രയാണ് എനിക്ക് ഈ ഒരു പെർഫ്യൂമിനെ കുറിച്ച് പറയാനുള്ളത്. അത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അഭിപ്രായം കമൻറ്റിൽ പറയാം. താങ്ക് യു സോ മച്ച്.